ചോദിക്കാനും പറയാനും ആരുമില്ലേ? അപ്പച്ചിക്കെങ്കിലും ഇവളെ തല്ലി പുറത്താക്കിക്കൂടെ? ഞാൻ തല്ലാൻ കൈ ഓങ്ങിയതാണി. അവളെന്റെ കൈ പിടിച്ച് തിരിച്ച് വല്ലാതെ ഒലച്ചു മറിച്ച് ഒറ്റ തള്ളായിരുന്നു. മൂക്കടിച്ച് വീഴാൻ പോയതാ ഞാൻ. എന്നിട്ട് നിന്റെ അച്ഛനോ അമ്മയോ ജിതേന്ദ്രനോ കാമാന്തൊരക്ഷരം മിണ്ടിയില്ല. അവളെ പൊന്നെ പോറ്റിന്നൊക്കെ വിളിച്ച് കുടുംബക്കാരിയെ വാഴിക്കുന്നത് നിന്റെ അമ്മ ഒറ്റ ഒരുത്തിയ. ഏട്ടൻ ജയിലിലായതോടെ അവള് സ്വതന്ത്രയായി കഴിഞ്ഞു. അച്ഛന്റെ അമ്മയുടെയും നിലപാടും അവൾക്ക് അനുകൂലമാണെങ്കിൽ ഈ അവസരം അവള് പരമാവധി മുതലെടുത്തിരിക്കും. കുറുപ്പിന്റെ കുടുംബത്തെ അവള് നിലം പരിശാക്കിയിരിക്കും. അത് മുന്നിൽ കണ്ടോണ്ടാടി ഞാൻ ഈ കണ്ടക്ഷോഭമൊക്കെ നടത്തുന്നത്. എനിക്ക് സപ്പോർട്ടായിട്ട് ഇതുവരെ വിദ്യ ഉണ്ടായിരുന്നു. ഇപ്പൊ അവളും പിന്മാറിയ മട്ട. എനിക്കൊരു പിൻബലം വേണോടി. അതിന് ഞാനുണ്ട് അപ്പച്ചി. എന്നെ ഒതുക്കാൻ അവള് കരുവാക്കിയത് എന്റെ കുഞ്ഞിനെ തന്നെയാ. ഇപ്പൊ ചേട്ടനെ കൂടി കൊലപാതകയാക്കി കുടുംബത്തിന് പേര് ദോഷവും കേൾപ്പിച്ചു. നേട്ടങ്ങളുടെ പന്ത് അവളുടെ കോർട്ട് തന്നെയാ. വന്ദനയുടെ ഏറ്റവും വലിയ ദൗർബല്യം ദിയമോള. ദിയമോള് വീണാലേ വന്ദനയും വീഴും. അതുകൊണ്ട് ദിയമോളെ തന്നെ കരുവാക്കിയിട്ട് വേണം ഇനി നമുക്ക് ഗോളടിക്കാൻ. അതെങ്ങനെ? രണ്ട് വമ്പം പാനങ്ങളല്ലേ ഒരുമിക്കുന്നത്. എന്തോ പുതിയ കൂലങ്കർശമായ പദ്ധതികൾ മെനഞ്ഞെടുക്കുകയായിരിക്കും അല്ലേ? പോടാ. അങ്ങനെ ഞാനിപ്പോ പോണില്ല. ഞാൻ പോണെങ്കിലേ ഞാൻ വിചാരിക്കണം കേട്ടാ. എന്നാ പിന്നെ നീ അവിടെ ഇരിക്കേ. പിന്നല്ല. അപ്പോ ആനന്ദവല്ലി പറയുന്നത് അനുസരിച്ചാലേ നിനക്കിവിടെ നിലനിൽപ്പുള്ളെന്ന് മനസ്സിലായി അല്ലേ? നിക്ക്. ഈ തറയെല്ലാം വൃത്തികേടായി കിടക്കുന്ന കണ്ടില്ല. തുടച്ച് വൃത്തിയാക്കടി അങ്ങോട്ട്. അതെ, വീട്ടില് പെണ്ണുങ്ങളുണ്ടെങ്കിലേ മരുമക്കളെ വേലക്കാരിയാക്കുന്ന ഇടപാട് ശരിയല്ല കേട്ടാ. അത് ഞാൻ നോക്കിക്കൊള്ളാം. നോക്കിയാ മതി. ചുമ്മാ അതല്ലടാ നിന്റെ ഭാര്യ പിണങ്ങിപ്പോയത്. പോയതല്ലല്ലോ, തല്ലി അയച്ചതല്ലേ. അപ്പച്ചിയുടെ കൂടെ കൂടി അവളങ്ങ് വഷളായി. അപ്പ പിടിച്ച് ഞാൻ 2 എണ്ണം അങ്ങോട്ട് കൊടുത്തു. അപ്പച്ചിയെ തല്ലാൻ ആളില്ലല്ലോ, അതിന്റെ കുഴപ്പമുണ്ട്. ജിതേന്ദ്ര, എന്തേ? തുടക്കടി അങ്ങോട്ട്. ചായ നിലത്ത് വിടുന്നത് കണ്ടില്ലേടി? ഇനി അത് തുടക്കാൻ പ്രത്യേകം പറയണോ? തുടക്കടി അങ്ങോട്ട്. വന്നേ നിക്ക്. നീ അല്ല ഇത് തുടക്കേണ്ടത്. ചായ മനഃപൂർവ്വം തട്ടിയിട്ടാ ഇവളാ ഇത് തുടക്കേണ്ടത്. തുടക്കടി. എനിക്കൊന്നും വയ്യ. നിനക്ക് വയ്യല്ലേ? നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട കളറാ ഇത്. വേണ്ടേ നിനക്ക്?
സർ, എന്തായി? എന്റെ വർഷയെ കണ്ടോ? ഇല്ല സാർ. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. പക്ഷേ തന്നെയൊക്കെ എന്തിനു കൊള്ളാടോ? അന്വേഷിച്ചു പോലും. ഇറങ്ങി പോടോ. സർ, ഞാൻ എന്താടോ? എന്താ നിനക്കെന്റെ വർഷയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ എന്റെ വർഷയ്ക്ക് വാങ്ങിയ ഡ്രസ്സാ ഇതൊക്കെ. എനിക്കെന്റെ വർഷയെ വേണം. വർഷ, നീ എവിടെ? വർഷേ, വർഷേ. സാർ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എസ് ഐയെ കണ്ടിരുന്നു. അവരും അന്വേഷണം നടത്തുക. എന്നിട്ട് ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് അവര് പറയുന്നേ. നല്ല ആഴത്തിലുള്ള കൊക്കയല്ലേ. ഇതിനു മുമ്പ് അവിടെ വീഴുന്നവരുടെ പൊടി പോലും കണ്ടു കിട്ടിയിട്ടില്ലെന്നാ. ഹെലിക്യാം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ സെർച്ചിങ് വരെ നടത്തി. ഇത് പറയാനോടോ കോപ്പി നീ ഇങ്ങോട്ട് വന്നത്? ഇറങ്ങി പോടാ. പോരല്ലേ പറഞ്ഞേ.